എൻസി ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വയനാട് കള്ളാടി മണ്ണിടിച്ചിൽ 2 മരണം, പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റി. വയനാട് കള്ളാടി തുരങ്കപാതയ്ക്ക് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ 2 മരണം സ്ഥിരീകരിച്ചു. കണ്ടെയ്നർ ഓഫീസിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. പരിക്കേറ്റ 5 പേരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. തുരങ്കപാത നിർമ്മാണം നടക്കുന്നതിനാൽ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. 2 പേർ മരിച്ചെന്നാണ് വിവരം. എന്നാൽ 1 മരണം സ്ഥിരീകരിച്ചിട്ടില്ല. മണ്ണിനടിയിൽ നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായി വാർഡ് മെമ്പർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. മീനാക്ഷി പാലം പൂർണ്ണമായും മണ്ണിനടിയിലായി. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച കോൺക്രീറ്റ് ഭിത്തി പൂർണ്ണമായും തകർന്നു. നാട്ടുകാരും പോലീസും 1 യൂണിറ്റ് ഫയർഫോഴ്സും സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നും ഇവർ രക്ഷാപ്രവർത്തനം നടത്തുകയാണെന്നും ജിതൻ പറഞ്ഞു. വയനാട് മണ്ണിടിച്ചിലിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ടി സിദ്ദിഖുമായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അടിയന്തര കൂടിക്കാഴ്ച നടത്തി. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുവാൻ നിർദ്ദേശം നൽകി. റവന്യൂ മന്ത്രി എ പി അനിൽകുമാറിനോടും കൃഷി മന്ത്രി ടി സിദ്ദിഖിനോടും വയനാട്ടിലേക്ക് തിരിക്കുവാൻ നിർദ്ദേശിച്ചു. വിഴിഞ്ഞത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരായ യുവതികൾ ആത്മഹത്യ ചെയ്ത സംഭവം, സിന്ധുവിനെതിരെ കൂടുതൽ പരാതികൾ. വിഴിഞ്ഞത്ത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരായ 2 യുവതികൾ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ആരോപണ വിധേയയായ സിന്ധുവിനെതിരെ കൂടുതൽ പരാതികൾ. സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് വിഴിഞ്ഞം പോലീസ്. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുവാനുള്ള അപേക്ഷയും ഉടൻ നൽകും. മൈക്രോസോഫ്റ്റിൽ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ, 4800 ജീവനക്കാർ പുറത്തേക്ക്. മൈക്രോസോഫ്റ്റിൽ വീണ്ടും കൂട്ടപ്പിരിച്ചുവിടൽ, 4800 ജീവനക്കാരെയാണ് ഒറ്റയടിക്ക് പിരിച്ചുവിട്ടത്. മൈക്രോസോഫ്റ്റിന്റെ ലോകമെമ്പാടുമുള്ള ആകെ ജീവനക്കാരിൽ 2.1% പേരെയാണ് ഒറ്റയടിക്ക് പിരിച്ചുവിട്ടിരിക്കുന്നത്. സെയിൽസ്, ബിസിനസ്, എക്സ്ബോക്സ് ഗെയിമിംഗ് ഡിവിഷനുകളിൽ ജോലി ചെയ്തിരുന്ന ജീവനക്കാരെയാണ് കൂടുതലായും പിരിച്ചുവിട്ടിരിക്കുന്നത്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരും. വയനാടും കോഴിക്കോടും റെഡ് അലർട്ട്, 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. വടക്കൻ കേരളത്തിൽ അതിശക്തമായ മഴ തുടരും. 2 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. വയനാട്, കോഴിക്കോട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഇടുക്കി, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല 1-ാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. കള്ളാടിയിലുണ്ടായത് സ്വാഭാവിക മണ്ണിടിച്ചിലല്ല. തുരങ്കപാതയ്ക്കായി അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതിനാലുണ്ടായ ദുരന്തം, മന്ത്രി ടി സിദ്ദിഖ്. വയനാട് കള്ളാടിയിലുണ്ടായത് സ്വാഭാവിക മണ്ണിടിച്ചിൽ അല്ലെന്ന് മന്ത്രി ടി സിദ്ദിഖ്. അപകടം മനുഷ്യനിർമ്മിതം ആണെന്നും തുരങ്കപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അശാസ്ത്രീയമായി മണ്ണ് കൂട്ടിയിട്ടതുകൊണ്ടുണ്ടായ വലിയ ദുരന്തമാണിതെന്നും മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. റവന്യൂ മന്ത്രിയും താനും വയനാട്ടിലേക്ക് പോവുകയാണെന്നും രക്ഷാപ്രവർത്തനം ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രദേശത്ത് മണ്ണ് കൂട്ടിയിട്ടിരുന്നു. കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾക്കാണ് പ്രാഥമിക പരിഗണന, മന്ത്രി എ പി അനിൽകുമാർ. ശക്തമായ മഴയുടെ പശ്ചാത്തലത്തിൽ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കണമെന്ന നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് റവന്യൂ മന്ത്രി എ പി അനിൽകുമാർ മാധ്യമങ്ങളോട്. സ്ഥലത്ത് നിർമ്മാണ കമ്പനിയുമായി ബന്ധപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു എന്നാണ് വിവരം. എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന വിവരം പൂർണ്ണമായും ലഭ്യമായിട്ടില്ല. മഴയുടെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ മുൻകരുതൽ വേണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു. കള്ളാടി മണ്ണിടിച്ചിൽ, PWDയെ നോക്കുകുത്തിയാക്കി എല്ലാ ഉത്തരവാദിത്വവും കൊങ്കൺ റെയിൽവേക്ക്, മന്ത്രി പി കെ ബഷീർ. കള്ളാടിയിലെ തുരങ്കപാത മേഖലയിൽ മണ്ണ് കൂട്ടിയിട്ടത് മാറ്റണമെന്ന് 2 തവണ കർശന നിർദ്ദേശം നൽകിയെന്ന് മന്ത്രി പി കെ ബഷീർ. PWDയെ നോക്കുകുത്തിയാക്കിയാണ് കരാറുകാർ പ്രവർത്തിക്കുന്നത്. എല്ലാ ഉത്തരവാദിത്വവും കൊങ്കൺ റെയിൽവേക്കാണെന്ന് മന്ത്രി പി കെ ബഷീർ പറഞ്ഞു. ഇത് സംബന്ധിച്ച് യോഗത്തിന്റെ മിനിറ്റ്സ് പൊതുമരാമത്ത് വകുപ്പ് പുറത്തുവിട്ടു. നേരത്തെ ജോലി നിർത്തി ആളുകളെ മാറ്റിയതുകൊണ്ട് എഞ്ചിനീയർമാരും സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇതിൽ PWDയെ കൂടുതൽ കുറ്റം പറയരുതെന്നും PWD ഇതിന്റെ ഭാഗമല്ലെന്നും മന്ത്രി പറഞ്ഞു. എല്ലാ അനുമതിയും നൽകിയത് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയമാണെന്നും മന്ത്രി പറഞ്ഞു. നേരത്തെ ജോലി നിർത്തിവെപ്പിച്ചത് നിർണായകമായെന്ന് പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി അതീല അബ്ദുള്ള പറഞ്ഞു. പലതവണ അവിടുത്തെ സാഹചര്യം യോഗം ചേർന്ന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതാണെന്നും പൊതുമരാമത്ത് വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി പറഞ്ഞു. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.